ത്രിയേക ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 32, 51, 86, 122. സങ്കീർത്തനങ്ങൾ 32, 51, 86, 122 എന്നീ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നാം വെറും മനോഹരമായ 4 ഗാനങ്ങൾ വായിക്കുകയല്ല ചെയ്യുന്നത്. ഇവയെല്ലാം ചേർന്ന ദൈവസന്നിധിയിലെ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. 2 ശമൂവേൽ 11 ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഘട്ടം നാം കണ്ടു. അവൻ ബത്ശബയുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ ഭർത്താവായ ഊരിയാവിനെ കൊല്ലാനുള്ള സാഹചര്യം ഒരുക്കി തൻ്റെ പാപം മറച്ചുവയ്ക്കാൻ ശ്രമിച്ചു. 2 ശമൂവേൽ 12 നാഥാൻ പ്രവാചകൻ അവനെ നേരിട്ടു. അപ്പോൾ ദാവീദ് ഒടുവിൽ ഏറ്റുപറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. 2 ശമൂവേലിൽ നാം സംഭവം കാണുന്നു. എന്നാൽ സങ്കീർത്തനം 51 നാം പശ്ചാത്തപിക്കുന്ന ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. സങ്കീർത്തനം 32 ക്ഷമ ലഭിച്ചവൻ്റെ സന്തോഷം കാണുന്നു. സങ്കീർത്തനം 86 ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാസൻ്റെ നിലവിളി കേൾക്കുന്നു. സങ്കീർത്തനം 122 വരുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ട വിശ്വാസി വീണ്ടും ദൈവാലയത്തിലേക്ക് മടങ്ങുന്നത് കാണുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു ആത്മീയ യാത്ര നമുക്ക് കാണാം. പാപം, ബോധ്യം, ഏറ്റുപറച്ചിൽ, ക്ഷമ, പുനഃസ്ഥാപനം, ആരാധന. സങ്കീർത്തനം 32 ആരംഭിക്കുന്നത് തിരുവെഴുത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നോടെയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് ഇത് അനുഭവത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു കാലത്ത് അവൻ തൻ്റെ പാപത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ ശ്രമിച്ചു. 3-4 വാക്യങ്ങളിൽ അതിൻ്റെ ഫലങ്ങൾ നാം കാണുന്നു. അവൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു, അവൻ്റെ ശക്തി വറ്റിപ്പോയി, ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേൽ ഭാരമായി. ഇത് 2 ശമൂവേൽ 11, 12 അധ്യായങ്ങളുമായി വളരെ മനോഹരമായി ബന്ധപ്പെടുന്നു. ദാവീദിന് തൻ്റെ പാപം മനുഷ്യരിൽ നിന്ന് മറയ്ക്കാൻ കഴിഞ്ഞു, എന്നാൽ ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ കഴിഞ്ഞില്ല. ഊരിയാവിനെല്ലാം അറിയില്ലായിരുന്നു. സൈന്യത്തിനും കാര്യങ്ങളുടെ മുഴുവൻ സത്യവും അറിയില്ലായിരുന്നു. ജനങ്ങൾക്കും എല്ലാം അറിയില്ലായിരുന്നിരിക്കാം. എന്നാൽ ദൈവം അറിഞ്ഞിരുന്നു. അതിനുശേഷം നാഥാൻ വന്ന് പറഞ്ഞത്, നീ തന്നെയാണ് ആ മനുഷ്യൻ. അപ്പോൾ ദാവീദ് ഏറ്റുപറഞ്ഞു. സങ്കീർത്തനം 32 നമ്മെ മറച്ചുവെച്ച പാപവും ഏറ്റുപറഞ്ഞ പാപവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. പ്രശ്നം മറച്ചു വെച്ചപ്പോൾ ദാവീദ് ഭാരപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തി. ദാവീദ് മനസ്സിലാക്കിയൊരു വലിയ സത്യം ഇതാണ്: പ്രശ്നം മറച്ചു വയ്ക്കുന്നതിലല്ല യഥാർത്ഥ ആശ്വാസം. പ്രശ്നം ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിലാണ് യഥാർത്ഥ ആശ്വാസം. പാപം നാം ചുമക്കേണ്ടുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഭാരമാണ്. ഇന്ന് പലരും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നു. അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവത്തോട് ഒരിക്കലും ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം ഹൃദയത്തിൽ ചുമന്നുകൊണ്ടിരിക്കുന്നതിനാലാണ്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സഭാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ കഴിയില്ല. എന്നാൽ സന്തോഷ വാർത്ത ഇതാണ്: നമ്മുടെ പാപം കാണുന്ന ദൈവം തന്നെയാണ് നമ്മുടെ പാപം ക്ഷമിക്കുന്ന ദൈവവും. ദാവീദ് പറയുന്നു, താൻ പാപം ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം തൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. അതാണ് കൃപ. കുറ്റബോധത്തെ നിങ്ങളുടെ സ്ഥിരമായ തിരിച്ചറിയലായി മാറ്റാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും മറച്ചു വയ്ക്കാനും നിങ്ങളുടെ ഊർജം ചെലവഴിക്കരുത്. അത് ഏറ്റുപറയുക. പിശാച് പറയുന്നു, നിൻ്റെ പാപം മറച്ചു വയ്ക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. സങ്കീർത്തനം 32 ക്ഷമയുടെ സന്തോഷം ആഘോഷിക്കുന്നുവെങ്കിൽ സങ്കീർത്തനം 51 ക്ഷമയിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു. ഈ സങ്കീർത്തനം ബത്ശേബയുമായി ബന്ധപ്പെട്ട ദാവീദിൻ്റെ പാപവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദാവീദ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവനിങ്ങനെ പറയുന്നില്ല, കർത്താവേ, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. അവൻ ബത്ശേബയെ കുറ്റപ്പെടുത്തുന്നില്ല, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, തൻ്റെ ഏകാന്തതയെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ രാജാവല്ലേ, അതുകൊണ്ട് എനിക്ക് മറ്റൊരു അവസരം തരണമേ എന്നും പറയുന്നില്ല. പകരം അവൻ പറയുന്നു, ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. അവൻ പറയുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദ് തൻ്റെ പാപത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് തൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എന്നും തന്നെ കഴുകണമേ എന്നും തന്നെ ശുദ്ധീകരിക്കണമേ എന്നും നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ പുതുക്കണമേ എന്നും രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്നുമാണ്.
ഇത് വെറും ദുഃഖമല്ല, ഇത് മാനസാന്തരമാണ്. ദുഃഖം പറയുന്നത് ഞാൻ പിടിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. മാനസാന്തരം പറയുന്നത് ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തതിൽ ഞാൻ തകർന്നിരിക്കുന്നു. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ദാവീദ് ദൈവത്തോട് തൻ്റെ സാഹചര്യങ്ങൾ മാത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല, തൻ്റെ ഹൃദയം മാറ്റണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും ആഴമുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ്. കർത്താവേ, ഞാൻ നശിപ്പിച്ചതെല്ലാം മാത്രം ശരിയാക്കരുതേ, എന്നെയും ശരിയാക്കണമേ. ചിലപ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നീക്കിക്കളയണമേ. എന്നാൽ ദാവീദ് ചോദിക്കുന്നത്, കർത്താവേ, എൻ്റെ ഹൃദയം മാറ്റണമേ. ഇതാണ് ആശ്വാസം മാത്രം ആഗ്രഹിക്കുന്നതും പുനഃസ്ഥാപനം ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു നല്ല സാഹചര്യം മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു നിർമ്മലമായ ഹൃദയമാണ്. നമുക്ക് സഭ മാറാം, ജോലി മാറാം, ബന്ധങ്ങൾ മാറാം, സ്ഥലം മാറാം, സാഹചര്യങ്ങൾ മാറാം. എന്നാൽ ഹൃദയം മാറിയില്ലെങ്കിൽ അതേ പ്രശ്നം വീണ്ടും പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ദാവീദിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 86 ദാവീദിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മറ്റൊരു വശം നമുക്ക് കാണിച്ചു തരുന്നു. ദാവീദ് പറയുന്നു, യഹോവേ, നിൻ്റെ ചെവി ചായ്ച്ച് എനിക്ക് ഉത്തരമരുളണമേ. പിന്നീട് അവൻ പറയുന്നു, യഹോവേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമ അനുഭവിച്ച ശേഷം ദാവീദ് ആത്മീയമായി സ്വതന്ത്രനായി മാറുന്നില്ല. അവൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ദാവീദ് ബുദ്ധിമുട്ടുകളാലും ശത്രുക്കളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. അവൻ കരുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനും ശക്തിക്കും വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയുന്നു. അതായത്, ദൈവം നല്ലവനാണ്, ദൈവം ക്ഷമിക്കാൻ സന്നദ്ധനാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, ദൈവത്തിൻ്റെ ദയ സമൃദ്ധമാണ്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്, ക്ഷമ ലഭിക്കുന്നത് നമ്മെ സ്വയം പര്യാപ്തരാക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവരാക്കുന്നു. ദാവീദ് ഒരു മഹാനായ യോദ്ധാവായിരുന്നു. അവൻ ഗോലിയാത്തിനെ തോൽപ്പിച്ചു. അവൻ അനേകം സൈന്യങ്ങളെ പരാജയപ്പെടുത്തി. അവൻ രാജാവായി. എന്നാൽ അവൻ്റെ ഏറ്റവും വലിയ പോരാട്ടം ഗോലിയാത്തിനോടായിരുന്നില്ല, അവൻ്റെ സ്വന്തം ഹൃദയത്തോടായിരുന്നു ഏറ്റവും വലിയ പോരാട്ടം. വീണതിന് ശേഷം ദാവീദ് ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു. പൊതുജീവിതത്തിലെ വിജയം സ്വകാര്യ ജീവിതത്തിലെ വിജയത്തിന് ഉറപ്പ് നൽകുന്നില്ല. പുറമേ വിജയിയായ ഒരാൾക്ക് അകത്ത് വലിയ പോരാട്ടമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. എത്ര ശക്തമായൊരു പ്രാർത്ഥന! കർത്താവേ, എൻ്റെ ഹൃദയം വിഭജിക്കപ്പെടാൻ അനുവദിക്കരുതേ. നമുക്ക് ദൈവത്തെ ആവശ്യമുള്ളത് നാം പ്രശ്നത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, നാം വിജയിക്കുമ്പോഴും ദൈവത്തെ ആവശ്യമുണ്ട്. നമുക്ക് ബഹുമാനം ലഭിക്കുമ്പോഴും ദൈവത്തെ ആവശ്യമുണ്ട്. എല്ലാം നന്നായി പോകുന്നതായി തോന്നുമ്പോഴും ദൈവത്തെ ആവശ്യമുണ്ട്. ദാവീദിൻ്റെ ഏറ്റവും വലിയ അപകടം ശൗലിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന കാലത്തല്ല വന്നത്. യെരുശലേമിൽ സുഖമായിരുന്ന കാലത്താണ് അവൻ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത്. അതുകൊണ്ട് വിജയം ദൈവത്തിലുള്ള ആശ്രയത്തിന് പകരമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. സങ്കീർത്തനം 122 ആരംഭിക്കുന്നത് വളരെ മനോഹരമായ വാക്കുകളോടെയാണ്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദാവീദ് അനുഭവിച്ച എല്ലാറ്റിനു ശേഷവും ഇവിടെ വളരെ മനോഹരമായ ഒരു കാര്യം കാണാം. ദാവീദിന് ഇപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തോടും ദൈവസന്നിധിയോടും സ്നേഹമുണ്ട്. അവൻ പറയുന്നു, യെരുശലേമേ, നിൻ്റെ വാതിലുകൾക്കുള്ളിൽ ഞങ്ങളുടെ കാലുകൾ നിൽക്കുന്നു. സങ്കീർത്തനം 122 ഒരു ആരോഹണ ഗീതമാണ്. യെരുശലേമിലേക്കും ദൈവസന്നിധിയിലേക്കും പോകുമ്പോഴുള്ള സന്തോഷവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ദാവീദ് യെരുശലേമിനെയും ദൈവത്തിൻ്റെ ആലയത്തെയും ദൈവജനങ്ങളുടെ കൂട്ടായ്മയെയും ആഘോഷിക്കുന്നു. അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യെരുശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിൽ വലിയൊരു ആത്മീയ സത്യമുണ്ട്. പാപം നമ്മെ ഒറ്റപ്പെടുത്തുന്നു, കൃപ നമ്മെ പുനഃസ്ഥാപിക്കുന്നു. പാപം പറയുന്നു ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുക, കൃപ പറയുന്നു തിരികെ വരിക. ദാവീദിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. പരാജയം നമ്മുടെ ജീവിതത്തിലെ അവസാന അധ്യായമാകേണ്ടതില്ല. സങ്കീർത്തനം 51 ശേഷം പുനഃസ്ഥാപനം വരുന്നു. തകർച്ചയ്ക്ക് ശേഷം ആരാധന വരുന്നു. മാനസാന്തരത്തിന് ശേഷം പുതുക്കപ്പെട്ട കൂട്ടായ്മ വരുന്നു. നിങ്ങളുടെ കഴിഞ്ഞകാല പരാജയം നിങ്ങളെ എന്നേക്കുമായി ഈ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അനുവദിക്കരുത്. ഒരുപക്ഷെ ആരെങ്കിലും പറയുന്നു, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, ഞാൻ ദൈവത്തെ നിരാശപ്പെടുത്തി, ഇനി ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ യോഗ്യനല്ല. ദാവീദിൻ്റെ ജീവിതം നമ്മോട് പറയുന്നു, പരാജയം ഗൗരവമുള്ളതാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതിനേക്കാൾ വലുതാണ്. മാനസാന്തരം ഭൂമിയിലെ എല്ലാ പരിണിത ഫലങ്ങളും ഇല്ലാതാക്കണമെന്നില്ല. എന്നാൽ അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയും മുന്നോട്ട് നടക്കാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ
ദാവീദിനെക്കുറിച്ചുള്ള ഒരു അത്ഭുതകരമായ ചിത്രം നമുക്ക് ലഭിക്കുന്നു. ഒന്നാമതായിട്ട് 2 ശമൂവേൽ 11 ദാവീദ് വീഴുന്നു. അവൻ കാണുന്നു, അവൻ ആഗ്രഹിക്കുന്നു, അവൻ സ്വന്തമാക്കുന്നു, അവൻ കള്ളം പറയുന്നു, അവൻ കുതന്ത്രം നടത്തുന്നു, അവൻ കൊലപാതകം നടത്തുന്നു. 2 ശമൂവേൽ 12 വരുമ്പോൾ ദാവീദ് നാഥാനാൽ നേരിടപ്പെടുന്നു. നാഥാൻ പറയുന്നു, നീ തന്നെയാണ് ആ മനുഷ്യൻ. ദാവീദ് ഏറ്റു പറയുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 51 ദാവീദ് മാനസാന്തരപ്പെടുന്നു. കരുണയുണ്ടാകണമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എനിക്ക് നിർമ്മലമായൊരു ഹൃദയം നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 32 ദാവീദ് ക്ഷമ അനുഭവിക്കുന്നു. മറച്ചുവെച്ച പാപത്താൽ തകർന്ന മനുഷ്യൻ ഇപ്പോൾ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 86 ദാവീദ് ദൈവത്തിൽ തുടർന്നും ആശ്രയിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ, വിഭജിക്കപ്പെടാത്തൊരു ഹൃദയം എനിക്ക് തരണമേ. സങ്കീർത്തനം 122 വരുമ്പോൾ ദാവീദ് വീണ്ടും ആരാധനയിലേക്ക് മടങ്ങുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അങ്ങനെ നാം മുഴുവൻ യാത്രയും കാണുന്നു. വീണ മനുഷ്യൻ, തകർന്ന മനുഷ്യൻ, ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ, പുനഃസ്ഥാപിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ. ഇത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു ജീവിതാനുഭവമാണ്. എന്താണ് ഈ ചിന്തകൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് സംസാരിക്കുന്നത്? 1. ആത്മീയ അശ്രദ്ധയുടെ അപകടം ഒരിക്കലും ചെറുതായി കാണരുത്. 2 ശമൂവേൽ 11 ദാവീദ് പെട്ടെന്ന് മറ്റൊരാളായി മാറിയതല്ല. പ്രശ്നം ആരംഭിച്ചത് ചെറിയ ആത്മീയ വിട്ടുവീഴ്ചകളിലൂടെയാണ്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് അവൻ പിന്നിൽ നിന്നു. മട്ടുപ്പാവിൽ കൂടെ അവൻ ഉലാവിക്കൊണ്ട് നടന്നു. അവൻ ബേത്ശേബയെ കണ്ടു. ആ ചിന്തയെ അവൻ ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചു. ഒരു തീരുമാനം മറ്റൊരു തീരുമാനത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. നമുക്ക് എത്ര വലിയ ആത്മീയ ചരിത്രമുണ്ടെങ്കിലും അത് ഇന്നത്തെ പ്രലോഭനത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നില്ല. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. 2. ദൈവം ഏറ്റുപറയാൻ ആവശ്യപ്പെടുന്ന കാര്യം മറച്ചു വയ്ക്കരുത്. ദാവീദിന് ഏറ്റവും വലിയ ആശ്വാസം ലഭിച്ചത് അവൻ മറച്ചു വയ്ക്കുന്നത് അവസാനിപ്പിച്ചപ്പോഴാണ്. ചിലർ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനാൽ അനാവശ്യമായ ആത്മീയ ഭാരവുമായി ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതം ഒരു നല്ല പ്രതിച്ഛായ നിലനിർത്തുന്നതിനെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. പാപം ഏറ്റുപറയുന്നത് ബലഹീനതയല്ല, അത് പുനഃസ്ഥാപനത്തിലേക്കുള്ള വാതിലാണ്. 3. സാഹചര്യങ്ങൾ മാത്രം മാറ്റാൻ അല്ല, ഹൃദയം മാറ്റാൻ ദൈവത്തോട് ചോദിക്കുക. സങ്കീർത്തനം 51 നമ്മുടെ പ്രാർത്ഥനകളെ പരിശോധിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. കർത്താവേ, എൻ്റെ സാഹചര്യം മാറ്റണമേ എന്ന് മാത്രം പറയുന്നതിന് പകരം ചിലപ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എന്നെ മാറ്റണമേ, എനിക്ക് നിർമ്മലമായൊരു ഹൃദയം തരണമേ, എനിക്ക് ശരിയായൊരു ആത്മാവിനെ തരണമേ, വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയം തരണമേ. 4. ദൈവത്തിൻ്റെ ക്ഷമ എല്ലാ പരിണിത ഫലങ്ങളും എല്ലായ്പ്പോഴും നീക്കം ചെയ്യണമെന്നില്ല. 2 ശമൂവേൽ 12 ഇത് വളരെ വ്യക്തമാണ്. ദാവീദിന് ക്ഷമ ലഭിച്ചു, എന്നാൽ ചില പരിണിത ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തുടർന്നു. ഇത് നമ്മെ ഗൗരവമുള്ളൊരു സത്യം പഠിപ്പിക്കുന്നു. കൃപ സൗജന്യമാണ്, എന്നാൽ പാപം ഒരിക്കലും ഹാനിയല്ലാത്തതല്ല. ദൈവം പാപം ക്ഷമിച്ചേക്കാം, എന്നാൽ പാപത്തെ നിസ്സാരമായി കാണാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതേസമയം പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നല്ല. ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ തുടർന്നും പ്രവർത്തിച്ചു. 5. പുനഃസ്ഥാപനത്തിൻ്റെ ലക്ഷ്യം വെറും ആശ്വാസം ലഭിക്കുക എന്നതല്ല, വീണ്ടും ആരാധിക്കുക എന്നതാണ്. സങ്കീർത്തനം 51:15 പറയുന്നു: കർത്താവേ, എൻ്റെ ആദരങ്ങളെ തുറക്കണമേ, എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. സങ്കീർത്തനം 122 പറയുന്നു: യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇതാണ് പുനഃസ്ഥാപനത്തിൻ്റെ മനോഹരമായ അവസാന ഫലം. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുന്നത് നാം വീണ്ടും ആരാധനയുടെയും സാക്ഷ്യത്തിൻ്റെയും ഉപകരണങ്ങൾ ആകേണ്ടതിനാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനുള്ളത് ദൈവം ഏറ്റുപറയാൻ ആവശ്യപ്പെടുന്ന, എന്നാൽ ഞാൻ ഇപ്പോഴും മറച്ചു വയ്ക്കുന്ന എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? ഞാൻ ഇന്നത്തെ കൃപ അന്വേഷിക്കുന്നുണ്ടോ, അതോ ഇന്നലത്തെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 32, 51, 86, 122 എന്നിവയും 2 ശമൂവേൽ 11, 12 അധ്യായങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും സത്യസന്ധമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. ദാവീദ് പൂർണ്ണനായിരുന്നില്ല. ദാവീദ് ഗുരുതരമായി വീണു. എന്നാൽ അവൻ തൻ്റെ വീഴ്ചയിൽ തുടരുകയായിരുന്നില്ല. അവൻ നേരിടപ്പെട്ടു, അവൻ ഏറ്റുപറഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് അവന് ക്ഷമ ലഭിച്ചു. അവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചു. അവൻ വീണ്ടും ആരാധനയിലേക്ക് മടങ്ങി. ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. നമ്മുടെ പരാജയങ്ങൾ യാഥാർത്ഥ്യമാണ്, എന്നാൽ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. നമ്മുടെ പാപം ഗൗരവമുള്ളതാണ്, എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതിലും ആഴമുള്ളതാണ്.
നമ്മുടെ ഹൃദയം തകർന്നു പോകാം. എന്നാൽ ദൈവത്തിനൊരു നിർമ്മലമായ ഹൃദയം നമ്മിൽ സൃഷ്ടിക്കാൻ കഴിയും. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും ഉപയോഗിക്കാനും കഴിയും. പാപത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അതുപോലെ ദൈവത്തിൻ്റെ കൃപയെയും ഒരിക്കലും നിസ്സാരമായി കാണരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.